പ്രതീക്ഷയോട് പോലും ഇല്ലാതാവുക. അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. എങ്ങനെയെങ്കിലും നിധിയെ പുറത്തിറക്കണം. ദൈവം എന്തിനാ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? നിധിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ശിവാനി പ്രഗ്നന്റ് ആയാലെന്ത്, പ്രഗ്നന്റ് ആയില്ലെങ്കിൽ അവക്കെന്ത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിട്ടിട്ട് ഇപ്പത്തെ ജയിലിൽ പോയി കിടക്കുക. ആർക്കെങ്കിലും വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ അനുഭവിക്കുന്ന ആരാ? അവള് തന്നെയല്ലേ. അതിന്റെ പേരിൽ മനസ്സ് വിഷമിപ്പിച്ച് പുറകെ കിടന്ന് ഓടാനോ ഞാനും? ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോ അവക്ക് എന്നോടോ അമ്മയോടോ ഒരു വാക്ക് പറയാറുന്നില്ലേ? നമ്മളിത് അനുവദിക്കായിരുന്നോ? തന്നിഷ്ടമല്ലേ അവള് കാണിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ അവള് നമ്മളോടൊന്ന് മറച്ചു വെച്ചത്? മോനെ, എന്താ? അത് പിന്നെ നിധി എന്നോട് പറഞ്ഞിരുന്നു. അമ്മ എന്തേ പറയുന്നേ? അമ്മയ്ക്ക് അറിയായിരുന്നോ? എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? ശിവാനി പ്രഗ്നന്റ് അല്ല എന്ന സംശയം നിധിയെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. നിന്റെ ആ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അവളും കൂടി ചേർന്നിട്ടല്ലേ ഇല്ലാതാക്കാൻ നോക്കിയത്. ആ ദേഷ്യത്തിന് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്. ശിവാനി മയങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അവള് പ്രഗ്നന്റ് അല്ല എന്ന് തെളിയിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തെങ്കിലും ഒരു ബുദ്ധിമോശം അവളെ കാണിച്ചാൽ പറഞ്ഞു മനസ്സിലാക്കേണ്ട അമ്മ കൂടി ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഒന്നുകിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ അമ്മ അത് എന്നോട് പറയണമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് അമ്മ ചെയ്തോ? ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്ന ആരാ? ഞാനല്ലേ? നിധി ചെയ്യില്ല ഇതിന്. ഞാനും കാരണക്കാരിയാ മോനെ. ഒന്നാമത് ശിവാനി വസുന്ധരയും നിനക്കെതിരാ. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രണവും ഇപ്പൊ ശത്രുവായി.